ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ അതാ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കണ്ട കേട്ടോ. വേറെ കൂടും പോകാനല്ല, ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ. വാപ്പച്ചിക്ക് സ്ട്രോക്ക് ഉണ്ടായിന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോണേ. അപ്പോൾ അതാ ഇപ്പോൾ ഒരു സമയം 6:30 ആയി കാണും. അപ്പോൾ ബസ്സിനാണ് കേട്ടോ ഞങ്ങളൊക്കെ പോണേ. അതാ കാരണം രാവിലെ തന്നെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 9ാമത്തെയാണ് കേട്ടോ ചീട്ട് ടോക്കൺ നമ്പർ കിട്ടിയേക്കണേ. സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് താമസിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ പോണേ. അപ്പോൾ അതാ പിന്നെ അതുമല്ല, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോകാനെന്ന് വെച്ചാൽ എറണാകുളം വരെ പോകണ്ടേ. ഞങ്ങളിവിടെ കോതമംഗലമാണ് കേട്ടോ സ്ഥലം. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. അതാണ് പിന്നെ രാവിലെ തന്നെ പോകാൻ മെയിൻ കാരണം. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം തന്നെ റിപ്പോർട്ട് ആയപ്പോൾ നമുക്ക് പോകുമ്പോൾ റിപ്പോർട്ടും കൊണ്ട് പോകാമല്ലോ. അല്ലെങ്കിൽ അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ ബ്ലഡൊക്കെ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു. റിപ്പോർട്ടായിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ അതാ നിച്ചുകൂട്ടം ഇന്നലെ ഓടിക്കളിച്ചൊക്കെയാണ് കേട്ടോ പോണേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവനക്കൊന്ന് മദ്രസയിലോ നമ്മൾ സ്കൂളിൽ പഠിത്തം ശനിയാഴ്ചയല്ലേ. അപ്പോൾ അവനക്കൊന്ന് മദ്രസയിലൊന്നും പോകണ്ടെന്നുള്ള രീതിയിലുള്ള സന്തോഷത്തിലാണ് കേട്ടോ അവൻ പോണേ. അപ്പോൾ അതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണേ കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വഴിയേ ഉള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനാണെങ്കിലും. അപ്പോൾ അതാ അങ്ങനെ ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കണേയാണ് കേട്ടോ. അപ്പോൾ നിച്ചുകൂട്ടൻ ഫ്രണ്ടിൽ കയറി ഓടണം കേട്ടോ. അവൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ് കേട്ടോ പോണേ. അപ്പം നിച്ചുകൂട്ടന് വണ്ടി എന്ന് വെച്ചാൽ പ്രാന്താണ് കേട്ടോ. ഏത് വണ്ടി കണ്ടാലും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ബസ്സിലേക്കും കയറി ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ വാപ്പച്ചി ഞങ്ങളുടെ പുറയുണ്ട്. വാപ്പച്ചി നിച്ചുകൂട്ടനും ഇരിക്കേണ്ട കേട്ടോ. നിച്ചുകൂട്ടൻ അവിടെ സൈഡിലിരിക്കേണ്ടത്, ആ ഉമ്മച്ചി എൻ്റെ അടുത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ബസ്സിലേക്കും പോണേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ ബസ്സിൽ പോണ കുറേ നാൾ കൂടി കേട്ടോ. ഞാൻ ഇക്കാടെ കൂടെ പോവും, ഉമ്മച്ചിയും വാപ്പച്ചിയുടെ വണ്ടിയും കൊണ്ടാണ് കേട്ടോ വന്നെ. അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ബസ്സിൽ പോണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആലുവയിൽ ചെന്നിട്ട് പിന്നെ മെട്രോയ്ക്കാണ് കേട്ടോ പോയത്. പെട്ടെന്ന് എത്തുമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ മെട്രോയ്ക്ക് പോയത്. വാപ്പച്ചിക്കാണെങ്കിൽ കുറേ നേരം അങ്ങനെ ബസ്സിലിരുന്നാലും വാപ്പച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലുവയിൽ ചെന്നിട്ട് മെട്രോയ്ക്കാണ് കേട്ടോ പോണേ. അപ്പോൾ മെട്രോ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. സീറ്റിന് വേണ്ടി ഒന്നും തള്ളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് മെട്രോ കയറുമ്പോൾ സീറ്റ് പോലും നിറച്ചും തിരക്കായിരിക്കും, സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് എത്തി. ഞങ്ങളതാ ചായ കുടിക്കാൻ കയറിക്കണം കേട്ടോ. പൂരി മസാലയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരും പൂരി മസാല തന്നെയാണ് കേട്ടോ മേടിച്ചേനെ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് തന്നെയാണ് കേട്ടോ മേടിച്ചേനെ. അപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യാനായിട്ട് നേരെ റിസപ്ഷനിൽ പോയി ഞങ്ങൾ നേരെ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. സ്കാൻ ചെയ്യാനിരുന്നിടത്ത് ഭയങ്കര താമസമായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 മണിക്കൂർ ഇരുന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പറ്റിയത്. കാരണം തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പോൾ അതാ ഇവിടെ മറയുണ്ട്, സീറ്റ് ഉണ്ട്. അപ്പോൾ വാപ്പച്ചി ഇവിടെ അടുത്തിരിക്കേണ്ട കേട്ടോ. ഉമ്മച്ചിയും കൊച്ചും അപ്പുറം റിസപ്ഷൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും വാപ്പച്ചിയാണ് അങ്ങോട്ട് പോകുന്നുള്ളൂ. അവനിവിടെ വന്നാൽ അടങ്ങിയിരിക്കില്ല, ഭയങ്കര ഓട്ടവും പാച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതാ അങ്ങനെ വാപ്പച്ചീനെ അവിടെ സ്കാൻ ചെയ്യാൻ കയറ്റി കേട്ടോ. അപ്പോൾ അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കണ്ട കേട്ടോ. അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴിയായിട്ട് പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തേലേക്കും കുറവായിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ചെല്ലണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ മരുന്നും കാര്യങ്ങളേക്കും അതുപോലെ തന്നെ തുടരട്ടെ, ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു കേട്ടോ. പുറത്തേക്കൊന്നും അധികം പോകണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. എല്ലാം ശരിയായല്ലോ, ഒരുപാട് സ്ട്രെയിനും കാര്യങ്ങളൊന്നും കൊടുക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊന്നും ഒരുപാട് പോകല്ലെന്ന് പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മറന്നുപോയിട്ട്, നമ്മളങ്ങനെ എടുത്ത് ശീലമല്ലല്ലോ, അതിൻ്റെ ആയിരിക്കാം മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഒന്ന് ഹോസ്പിറ്റൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നേ. അതാണ് ഈ പകുതി വെച്ച് മുടങ്ങുകയും ചെയ്തിട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. ഒരു തിരിയായണയുന്നു മാനവ ജന്മങ്ങൾ, ഒരു തരിയും പൊഴിയാതെ പകരാമീ സ്നേഹങ്ങൾ. ഉടയോരിതുമ്മയും ഉപ്പയും ഉലകിൽ ഉയരിൻ ശ്വാസങ്ങൾ.